ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഓസ്ട്രേലിയയിലെ വൈൽഡ് ഹോഴ്സസ് ആയിട്ടുള്ള ബ്രംപീസ് കാട്ടിലൂടെ കൂട്ടായി ഓടുന്നത് കണ്ടിട്ടുണ്ടോ? അതല്ല, നിങ്ങൾ ബ്ലൂ വാട്ടർ ഹോൾസ് ക്യാമ്പ് ഗ്രൗണ്ടിലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ക്ലാഗ്ഗോച്ച് റിവറിൻ്റെ സൈഡിലുള്ള വാക്കിംഗ് ട്രെയിൽ കണ്ടിട്ടുണ്ടോ? ഇനി ഇതിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ അതേ നമ്മളുടെ ഡേ 3 ബ്ലൂ വാട്ടർ ഹോൾസ് ക്യാമ്പ് ഗ്രൗണ്ടാണ്. ഞാൻ നല്ല നേരത്തെ എണീച്ചു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 6 o'clock ആവുന്നേ ഉള്ളൂ ഇൻ ദ മോർണിംഗ്. നല്ല തണുപ്പായിരുന്നല്ലേ, നിയർലി 0 degree Celsius അടുത്തോട്ട് പോയി. പിന്നെ രാത്രി കുറേ ബ്രംപീസ് അടുത്തോട്ട് വന്നിരുന്നു. അടുത്തോട്ട് ഓടിയിട്ട് നേരവണ്ണം ഉറങ്ങാൻ പറ്റിയില്ല. ഫിദയോട് ഞാൻ പറഞ്ഞ് കുതിര ഹെർബിവോറസ് അല്ലേ, അതുകൊണ്ട് നമ്മളെ കടിക്കില്ല, ഉപദ്രവിക്കില്ല, അതുകൊണ്ട് അവൾ ധൈര്യം കിടന്നു. പക്ഷേ ഇവർ അടുത്ത് കൂടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്തോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എനിക്ക് പേടിയാവുമായിരുന്നു നമ്മളെ മേത്തി ചവിട്ടുന്നു. ഏതായാലും സേഫായി നമ്മൾ രാവിലെ എണീച്ചു. ദേ കണ്ടോ, ചന്ദ്രൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം. ദേ അപ്പുറത്തെ ടെൻറ്റിൻ്റെ സൈഡിലായിട്ട് ഇപ്പോഴും കുറച്ച് ബ്രംപീസ് നിൽക്കുന്നുണ്ട്. ദേ ഇത് കണ്ടോ, ഒറ്റയ്ക്കൊരു ബ്രംപി അവിടെ നിൽക്കുന്നത്. ഞാൻ അടുത്തോട്ട് നടക്കുന്ന കേട്ടപ്പോൾ ആൾ അനങ്ങാതിരിക്കുക. ദേ ഈ ടെൻറ്റിൻ്റെ പുറകിലും ഉണ്ട് കുറച്ച് ബ്രംപീസ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, രാവിലെ കുതിര ഇങ്ങനെ പുല്ല് കഴിക്കുന്നത് കാണാൻ. അപ്പുറത്ത് നല്ല അടിപൊളി സീനറിയും ആ മഞ്ഞും ഒരു രക്ഷയില്ല, അടിപൊളി. ഇവർ ഈ നൈറ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ വരും. അത് കഴിച്ചിട്ട് ഇവർ തിരിച്ച് പോവും. അങ്ങനെ ഡേ ടൈം ആകുമ്പോഴേക്കും അവർ തിരിച്ചു പോവും. ഈ രാത്രി ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നിടത്ത് ലീവ് ചെയ്യുന്ന ഫുഡ് എന്തെങ്കിലും കഴിക്കാനായിട്ട് വരെ അവർ. ഇതേ ഒറ്റയ്ക്ക് ഒരു ബ്രംപി തിരിച്ചു പോകണം. അപ്പോൾ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ബ്രംപീസിനെ നേരിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് രാവിലെ എണീറ്റു, പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫിദ നല്ല ചൂടുള്ള കോഫി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ട. കോഫിന്ന് ആവി പോകണ വേണ്ട, സുഖമുണ്ടോ ഫിദ കോഫി കുടിക്കുമ്പോൾ? ഇന്നലെ ഞങ്ങൾ ഓംലേറ്റ് ഒരുക്കാണ്. ഓംലേറ്റും ക്രോസൻസും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബ്രംപീസ് കുറച്ച് അപ്പുറത്തെ ടെൻറ്റിൻ്റെ അടുത്ത് വന്നു പോയി. നമ്മളെ ടെൻറ്റിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി വന്നു. ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതേ പറ്റിയുള്ളൂ. ഇവിടെ വരുന്നത് പകൽ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. രാത്രി ഇവിടെ ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അടിയിലുള്ള ടാർപ്പായുടെ മുകളിലൊക്കെ വേണ്ട കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഈ ചെളി ഇതൊക്കെ കുതിര ചവിട്ടിയത് ഇന്നലെ രാത്രി വന്നിട്ട്. ഇത് കുതിരയുടെ പൂ കണ്ട. ഏതായാലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഒന്ന് നടക്കാൻ പോകുന്നു. നമ്മുടെ ഒരു വാക്കിംഗ് ട്രെയിൽ ഉണ്ട്, ഒരു അടിപൊളി വാക്കിംഗ് ട്രെയിൽ. അപ്പോൾ അതിലൂടെ ഒന്ന് നടക്കാൻ പോകും. ഒരു 3-4 കിലോമീറ്റർ നീണ്ടാണ് തോന്നണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ഗോജ് വാക്കിംഗ് ട്രെയിൽ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ അപ്പുറത്തെ ക്യാമ്പ് ചെയ്ത ആൾക്കാരുടെ ഫയറിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ചൂടൊക്കെ കൊണ്ടു.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്ലാക്ക് ഗോജ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അത് 2 കിലോമീറ്റർ റിട്ടേൺ ആണ് കാണിക്കുന്നത് നമ്മുടെ ലെഫ്റ്റിലോട്ട്. ഇത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി ആണല്ലേ. ഇതെവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, ഒരു കേവ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഒരു വലിയ മൗണ്ടൻ. ഇതേ നമ്മുടെ ഫിദക്കുട്ടി അതേ അവിടെ നിന്നിട്ട് ഭംഗി ആസ്വദിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് പാത്രം കഴുകുന്നൊക്കെ ഉണ്ട്. ഇതാകണ്ട അവർ ക്യാമ്പ് ചെയ്ത് പാത്രങ്ങൾ കഴുകണം അവർ. അതേ മൗണ്ടൻ്റെ കേവ് കണ്ട, അടിപൊളി. ഈ കോടമഞ്ഞ് കാരണമാണ് അധികം ഫ്രണ്ടിലോട്ടൊന്നും കാണാത്തത്. ഇതേ നല്ല പാറ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ വെള്ളത്തിൻ്റെ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കേട്ടോ. ഇതിലാണ് ട്രൗട്ട് ഫിഷിംഗ് ചെയ്യണത്. ഇവിടെ ശരിയായിട്ട് ഒരു ബ്ലൂ കളർ ഉണ്ടോ നോക്ക് വെള്ളത്തിന്. തോന്നുന്നുണ്ടോ? എനിക്ക് ഗ്രീൻ ആയിട്ട് തോന്നുന്നു, ബ്ലൂ അല്ല. ഇതേ കണ്ടോ. അപ്പോൾ ഫിദ നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പുല്ലുകളും പാറകളും മരങ്ങളും, ഇപ്പുറത്തെ സൈഡിൽ റിവർ. ബ്യൂട്ടിഫുൾ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. എനിക്ക് തോന്നുന്നു ഈ മഞ്ഞാണ് ഇതിനെ കൂടുതൽ ഭംഗിയാക്കി തോന്നിപ്പിക്കണേന്ന്. ഗൈസ്, നമ്മുടെ സൂര്യച്ചാൻ ഉദിച്ചു വരുന്നുണ്ട്. ഫിദയാണ് നമ്മളുടെ ലീഡെന്ന്. ഫിദയുടെ ബീനി കണ്ടോ. ഫിദക്ക് ഭയങ്കര തണുപ്പാണ്. ഞാൻ എന്താ ഷോൾഡർ നമ്മുടെ അച്ഛമാമൻ്റെ മാതിരി പിടിച്ചിരിക്കണേ. അച്ഛമാമൻ്റെ മാതിരി പിടിക്കുമ്പോൾ തണുപ്പിന് ഇത്തിരി ക്ഷമത കിട്ടുന്നുണ്ടാ? ക്ഷമത മലയാളം അറിയില്ല. ഞാൻ പറയട്ടെ, മുത്താടെ ചില വാക്കുകൾ കേട്ട് ആളുകൾക്ക് ചിരി വരും. ശമനം സോറി. പിന്നെ ഗൈസ്, ഞാൻ അധികം ഞാൻ പറയുന്നില്ല. മുത്ത ഒമാനിലായിരുന്നു, അയ്യോ സലാലയിലായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് സംസാരത്തിൽ പറയും ഗൈസ് ഞാൻ ഒരു അറബ് കൺട്രിയിൽ നിന്ന് വന്നത് കാരണം അത് ഇവിടെ പറയണ്ട കേട്ടോ. എന്റെ നാവൊക്കെ മരവിച്ചിട്ടേ മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഒരു 2-3 കാണൂല്ലോ. 2-3 ഡിഗ്രി ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പം നമുക്കൊരു ക്രീക്ക് ക്രോസ് ചെയ്യണം. ഫിദ ദേ ക്രീക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. ഫിദ നീ വീഴുമോ? അവിടെ ഒരു കല്ലിൽ ഇത്തിരി വഴുക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഫിദ. ഫിദു, ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള ഈ കല്ലിലൂടെ പോടാ. ആ ഇളകുന്ന കല്ലിലൂടെ പോവാതെ ഈ സൈഡിലൂടെ പോ. മറ്റേ കല്ല് കണ്ടോ, ഒരു നനവ് പോലെ. നീ ഇളക്കുള്ള കല്ല് മാത്രമാണല്ലോ അവിടെ നിൽക്കണുള്ളൂ. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. നമ്മളിതേ ഇങ്ങനെ ഒരു ചെറിയ ക്രീക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യണു. എടോ, ആ വലുതിൽ ചവിട്ടാതെ ചെറുതിൽ ചവിട്ട്. പൊന്നപ്പ വലുതിൽ ചവിട്ടാത്ത ചെറിയ പരന്നതിൽ ചവിട്ട്. ആ, അപ്പോൾ അതിലും കൂടി ചവിട്ടും അല്ലേ? കയറിപ്പോ. ബ്യൂട്ടിഫുൾ. ക്ലാക്സ് ഗോജ് അല്ലേ പോണേ? അതെ, ക്ലാക്സ് ഗോജ് അങ്ങോട്ടാണ്. ഓക്കേ. വാവ്. ഈ റിവറിന്റെ പേരാണ് ക്ലാക്സ് ഗോജ്. ക്ലാക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആരുടെ പേരാണ് ക്ലാക്സ് എന്ന് വെച്ചാൽ. പിന്നെ ഇവിടെ കാണുന്ന ട്രീസിൻ്റെ ഒക്കെ പേര് ബ്ലാക്ക് സാലി എന്നാണ്. അത് യൂക്കാലിപ്റ്റസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ മൗണ്ട് കൊസിയോസ്കോ ആണ് ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്ക്.
അതാണ് ഇതൊക്കെ മൗണ്ട് കൊസ്യൂസ്കോ റേഞ്ചാണത്. പിന്നെ സ്നോയി മൗണ്ടൻസ് എന്നാണ് ഈ റേഞ്ചിനെ പറയണത്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും സ്നോ വരാറില്ല. ഇവിടെയാണ് സ്നോ വരുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടം ഇവിടെ നിന്നൊരു 4.5 മണിക്കൂർ സ്ട്രെയിറ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഓട്ടമാണ്, വിൻ്റർ തുടങ്ങിയിട്ടില്ല, ഓട്ടമാണിത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്രീക്ക് ക്രോസ് ചെയ്യാറായില്ലേ? ഇത് സെക്കൻഡ് ക്രീക്ക് അല്ല, ഇത് സെയിം ക്രീക്ക് തന്നെ നമ്മൾ 2 വട്ടം. ഓക്കെ ഓൾറൈറ്റ്. എന്നാ നീ ക്രോസ് ചെയ്യുക. അപ്പോൾ ഫെലാസ് നമുക്കിത് ഈ ക്രീക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇടണം. അപ്പോൾ നെവാസ് ക്രീക്ക് ക്രോസ് ചെയ്യാണ്. നമുക്ക് എന്ത് രസമാണ് നോക്കിലൂടെ. സൂക്ഷിച്ചു വേണേ, അല്ലെങ്കിൽ വീഡിയോയിൽ വീഴുന്ന ഫോട്ടോ വിടും, അല്ല വീഡിയോ വിടും. അല്ലാ വീണ്. ഇപ്പം നമ്മൾ മിഡിൽ ഓഫ് ദ ക്രീക്കാണ് കേട്ടോ. നവാസ് ഇതാ നിൽക്കുന്നു. ഇതുണ്ടോ നിർത്തിക്കട. അപ്പം നമ്മൾ ആ ക്രീക്ക് ക്രോസ് ചെയ്തു. നമ്മളിതേ എന്നിട്ട് ക്രീക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് നടക്കുന്നത്. ഇത്തിരി റിസ്കി ആയിരുന്നു, പക്ഷേ ഫിദയുടെ എൻ്റെ ടീം വർക്ക് കാരണം ഞങ്ങൾ കയറി. ഇതേ കണ്ടോ, അപ്പുറത്ത് 2 പേര് നിൽക്കുന്ന ആ ക്രീക്കിൻ്റെ അതിലൂടെ പോയാലാണ് നമുക്ക് ഫിഷ് ചെയ്യാനൊക്കെ പറ്റുക. ആ പാറയോട് ചേർന്നിട്ട് പോകണം. കുറച്ച് പേര് അക്കരെ നിൽക്കുന്നുണ്ട. അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. Hi. Is it possible to go inside the cave? Yeah, you can. There's a little tunnel. All right. Was it tunnel? Yeah. We'll try it on the way back. Did you guys go up till there? Yeah, it's beautiful. Beautiful. Did you guys go till the waterfall? Yeah, we did. All right. Do you think we'll need to remove our shoes? There's maybe 6 or 7 crossings like that, All right. and then there's one with no rocks. Oh, so we'll definitely need to remove our shoes. All right. Okay, then see you guys. Wow. എൻ്റെ പൊന്നോ, എന്തൊരു ബ്യൂട്ടിയാണെടോ ഇത്. അൽഹംദുലില്ലാ. വാവ്. ഒരു സ്പൈഡർ വെബ് ഉണ്ടോ? നമ്മൾ നെക്സ്റ്റ് ക്രീക്ക് എത്തിരിക്കുകയാണ് ക്രോസ് ചെയ്യാനുള്ള. ഇങ്ങനത്തെ ഒരു 6 to 7 ക്രീക്ക് ഉണ്ടെന്നാണ് ഇതുവഴി പോയവരൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് സെക്കൻഡ് ക്രീക്കിൽ ഞങ്ങൾ കയറി ഇറങ്ങി. ഇനി ഇതേ കുറച്ചും കൂടി മുമ്പിലോട്ട് നടക്കുകയാണ്. ഇതേ ഹോസ് പൂ, ഹോസിൻ്റെ ചാണകം അതിനാണ് ഹോസ് പൂ. ക്ലാക്ക് ഗോജ് കുറച്ചും കൂടി മുമ്പിലോട്ട് പോകണം. ബ്ലൂ കളർ. അത് ശരിയാ, ഒരു ബ്ലൂയിഷ് ടിൻ്റുള്ളൊരു വാട്ടർ. മീൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? മീനൊന്നും കാണില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണാം, അടിയൊക്കെ കാണാം. ഇവിടെ ട്രൗട്ട് ഫിഷിങ്ങിന് പറ്റുമെന്ന് പറഞ്ഞിട്ട് എവിടെ ട്രൗട്ടൊക്കെ എവിടെ? ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടത്, എളുപ്പമൊന്നുമല്ല. പക്ഷെ നമുക്ക് ഒട്ടും ക്ഷീണം തോന്നുന്നില്ല. ആ ശരി, ക്ഷീണം തോന്നുന്നില്ല. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, ഒരു ത്രില്ലും ഉണ്ട് അറ്റം കാണാൻ. കാരണം രാവിലെ 2 ഭംഗി നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേ അറ്റത്ത് ഭയങ്കര ഭംഗിയുള്ള വാട്ടർഫോൾ ആണെന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്.
നമ്മളിപ്പോൾ ഇരിക്കുന്നൊരു വാലിയിലാണ്. ആ വാലിയിലാണ് ഈ ക്രീക്ക് പോകുന്നത്. ഒക്കെ പോരാ. അടിപൊളി കേട്ടോ. രക്ഷ ഇതൊരു ഇത്തിരി ഹൈറ്റിലുള്ള ഒരു പോയിന്റാണ്. ഇവിടെ നല്ല ഭംഗി ക്രീക്ക് കാണാൻ. അടിപൊളി. എടാ അവിടെ നോക്കടാ, അവിടെ വെളിച്ചുള്ള കാരണം എന്തൊരു ഭംഗിയല്ലേ. നമ്മളിതേ അവിടുന്ന് ആ റോക്കിൽ ആ പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ ചാരി വന്നതേണ്ട ഈ കണ്ട വലിയ പാറകളൊക്കെ ചാടി മറിഞ്ഞ് ഇക്കരയിലോട്ടെത്തി. ഇതായിരുന്നു ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ആയൊരു സ്ഥലത്തിലൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രീക്കിൻ്റെ അറ്റത്താണ് ക്ലാക്സ് ഗോജ് ഉള്ളത്. അവിടെ ചെറിയ വാട്ടർഫോളും ഉണ്ട്. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ പോയി ഇങ്ങനെ കാണാമെന്ന് വെച്ചിട്ടാണ് ഇതിലൂടെ ഇറങ്ങിയത്. വാ, ബ്യൂട്ടിഫുൾ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് ദേ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു കൊക്ക പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തന്നെ അവിടെ നിന്ന് ദേ ഇത് വഴി ഒരു സ്റ്റീപ്പായൊരു ഇറക്കണം, വളരെ സ്റ്റീപ്പായിരുന്നു. ഞാനും ഇത് വളരെ സൂക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് വളരെ മനോഹരമായൊരു ചെറിയ വാട്ടർഫോള്. അടിപൊളി. അവിടെ നല്ല വെള്ളം. വാ, ബ്യൂട്ടിഫുൾ. ഏതായാലും ഇത്രയും ദൂരം വന്നത് വേർത്തായി. ഈ വെള്ളം ഇനി ഇങ്ങനെ പോയി അവിടെ എങ്ങോട്ടോ പോയി വീഴുന്നുണ്ട്. ഷൂ കണ്ടോ, ഞങ്ങളുടെ ആകെ അഴുക്കായി. ഇത്രയും ദൂരം വന്നത് നിയർലി 1 hour ഞങ്ങൾ ട്രെക്ക് ചെയ്തു. അടിപൊളി. ഫ്രിഡ്ജിലെ വെള്ളത്തിൽ ഇരുന്ന് എങ്ങനെ ഉണ്ടാവും അതേ ഫീല്, ഒരു രക്ഷയില്ല. അങ്ങനെ തന്നെ കഴിച്ചോ. അപ്പൊ ആ കൊതി അങ്ങ് മാറി കിട്ടി വെള്ളത്തിലിറങ്ങാൻ. ഹലോ ഗായ്സ്, നമ്മള് അങ്ങനെ ഞാനൊന്ന് ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം വെറുതെ അവിടെ അങ്ങനെ ഇരുന്നു. കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിരുന്നു. ഓറഞ്ചും കുറച്ച് റൈസ് ഫ്ലേക്സിൻ്റെ ചിപ്സ് കേട്ടില്ലെങ്കിൽ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ആയിരുന്നു. നല്ല റിലാക്സിങ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വേണ്ട ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, നല്ല വാട്ടർഫോളും നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ തിരിച്ച് നടക്കണം. അപ്പോൾ തിരിച്ച് നിയർലി 1 hour ട്രെക്ക് ചെയ്യണം ഇതിൻ്റെ മുകളിലൂടെ. അപ്പോൾ നമ്മൾ ഈ നേരത്തെ വന്ന വഴിയിലൂടെ തന്നെ ഈ സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു കർവ് ഉണ്ടല്ലേ, അതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ആ പാറ കയറി അതിൻ്റെ മുകളിലൂടെ പോകണം. നമ്മൾ ഏതായാലും ഇവിടുത്തെ വരെ വന്നു. അപ്പോൾ ഒന്ന് അപ്പുറത്ത് പോയിട്ട് ആ എൻഡിൽ എന്താണെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഫിദ? ഓ, ജസ്റ്റ് ഒരു വാലി ഇല്ലേ? ഓൾ റൈറ്റ്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എഡ്ജിൽ വന്നിരിക്കുകയാണ്.
ഇവിടുന്ന് അങ്ങോട്ട് ഈ വാലിയാണ് കാണുന്നത്. അതിലൂടെ ഈ ക്രീക്ക് ഇതേ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അടിപൊളി. അൽഹംദുലില്ലാ. ഇതാ തിരിച്ചാലോ, ഒരു ഗുഡ് ബൈ പറഞ്ഞേ. ഗായ്സ് ദേ ആ മല ഇറങ്ങി വരുന്നുണ്ട് രണ്ടുപേര്. നമ്മൾ ഇറങ്ങി വന്ന മാതിരി അവർ വരിക ആ വാട്ടർഫോൾ കാണാനായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് തിരിച്ച് വന്ന് ഇതേ നമ്മൾ നേരത്തെ കണ്ട രണ്ടുപേര് ഇതേ വാട്ടർഫോളിൻ്റെ അവിടെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ഇതുവഴി ഇങ്ങനെ കയറി കുറച്ച് ടീഡിയസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ ഇങ്ങനെ വന്ന് ഇതേ അവിടെ നിൽക്കണം. ഇതൊരു ആളൊരു രക്ഷയില്ല കേട്ടോ, കാണണമായിരുന്നല്ല, ആൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്കിനി ക്യാമ്പ് സൈറ്റ് എത്തിയിട്ടാണ്. ഇനി നമ്മൾ ഇതുവഴി ഇങ്ങോട്ട് വന്ന വഴി തന്നെയാണ് തിരിച്ച് അങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഏതായാലും വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി ക്യാമ്പ് സൈറ്റ് എത്തിയിട്ട് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് കാണിക്കാം. നമ്മളിത് തിരിച്ച് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വേറെ കുറച്ച് ആൾക്കാർ വാട്ടർഫോൾ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ നേരെ വെള്ളത്തിലൂടെ ചവിട്ടി വരുന്നുണ്ട്. ഇതാ നമ്മൾ കല്ലുമ്മ കൂടെ പോവല്ലേ ഗൈസ്. നമ്മൾ ഒരു ക്രീക്ക് ക്രോസ് ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തെന്നി വീണപ്പോൾ ഷൂ നനഞ്ഞു. അപ്പോൾ ഷൂ നനഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നനഞ്ഞ ഷൂ ആയിട്ട് നടന്നു വരുമ്പോണ്ട് ഒരു ചങ്ങായി അയാൾ ഷൂ ഒന്നും ഇല്ലാതെ ബേഫൂട്ടായി നടന്നു വരും ആൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളെന്ത് തീരുമാനിച്ചു, ഞങ്ങളും ബേഫൂട്ടായി നടക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ കണ്ട കാല് കണ്ട അടിപൊളി. ഇനി ഇതേ ഇങ്ങനെ കല്ലും മുള്ളൊക്കെ ചവിട്ടി പോവാണ് ഞങ്ങൾ. ഇതേ ഫിദയുടെ ബൂട്ടൊക്കെ കൈ പിടിച്ച് അടിപൊളി. അപ്പോൾ ഇതേ കല്ലും മുള്ളൊക്കെ ചവിട്ടി ഞങ്ങൾ ഇതേ പോകുന്നു. ഒരു ആ അറ്റത്ത് കാണുന്നതാണ് നമ്മളുടെ ക്യാമ്പ് സൈറ്റ് കാണുന്നതാ. ഇതേ അവിടെ വൈറ്റ് കാർ നമ്മുടെ ലിബർട്ടിയാണ്. ഒരു 10-15 മിനിറ്റ്സ് കൂടി ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഏതായാലും വേഗം നടക്കാം. പോയിട്ട് വയറ് നിറച്ച് ലഞ്ച് കഴിക്കേണ്ടതാണ്. നല്ല ക്ഷീണം നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട്. ഈ വഴിയിൽ കുറേ ഈ ക്രീക്കിൻ്റെ സൈഡിലെ ഈ മൗണ്ടൻ കണ്ടോ, അതിൻ്റെ അവിടെ കുറേ ഇടയ്ക്കിടെയായിട്ട് ഓരോ കേവ്സ് ഉണ്ട്. ഈ കേവ് കണ്ടോ, ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ ക്രീക്ക് ഒന്ന് ക്രോസ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അധികം ഉള്ളിലോട്ട് പോകാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാണാം അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ. നല്ല ആഴമുണ്ട്. എവിടെ? ഇവിടെ ഇല്ലേ, നോട്ടെ. ഇവിടെയും വെള്ളം അത്യാവശ്യം ആഴുണ്ട് കേട്ടോ. നമ്മൾ അങ്ങേ അറ്റത്ത് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ആഴുണ്ട് വെള്ളം. അപ്പോൾ ഫിദ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തൂടെ പോയിട്ട് ആ കേവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അധികം പോകാനൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ ക്യാമറ എടുത്ത് അതിൻ്റെ ഉള്ളിൽ പോകാതിരുന്നത്. അതായത് ഫിദ ക്രീക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് എത്തട്ടെ. എങ്ങനെയുണ്ട്? അതിൻ്റെ ഉള്ളിലോട്ട് അധികം പോകാൻ പറ്റുമോ? ഉള്ളിലോട്ട് പോവാ? എത്ര ദൂരം പോവാ? എങ്ങനെ? 10 മീറ്റേഴ്സ് ഉള്ളിലോട്ട് പോകാൻ. എങ്ങനെ? ഫുൾ ഡാർക്കാ? വെളിച്ചുണ്ടോ അറ്റത്ത്? നല്ല രസം ഉണ്ടാവും ഉള്ളിലോട്ട് വന്നാ? അത്രേ ഉള്ളൂ അല്ലേ? തിരിച്ചു വരാം എന്നാല്. ഇതേ അതിലൂടെ ആ കേവിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേണ്ട ഈ ക്രീക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതായാലും ഈ കല്ലിൻ്റെ മുകളിലൂടെ പോയിട്ട് സാഹസികം കാണിക്കാതെ ഞാൻ ഈ ചെറിയ പെബിൾസിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്ലിയർ വാട്ടർ ആട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ കാല് കണ്ണുണ്ട്. നമ്മൾ തിരിച്ച് നമ്മളുടെ ക്യാമ്പ് സൈറ്റ് എത്തിയിരിക്കുകയാണ്. ഒരു നിയർലി 3 hours എടുത്തു അല്ലേ ഫിദ? 3 to 3.5 hours എടുത്തു. കാരണം നമ്മൾ 1 hour അവിടെ വാട്ടർഫോളിനോടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി പലരും ഇതേമാതിരി അവരുടെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്.
അപ്പോൾ നമുക്കും പോകാൻ സമയമായിരിക്കണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് ഹീറ്റ് ചെയ്യണം, എന്നിട്ട് ലഞ്ച് കഴിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ടെൻറ്റിൻ്റെ മോൾ ഭാഗം, അതായത് ആ റൂഫ് ലൈനർ അത് അഴിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആവി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ മിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം നനവൊക്കെ അങ്ങോട്ട് ഈ വെയിലത്ത് ആവിയായി പോകും. അപ്പോൾ അങ്ങനെ അതിൻ്റെ റൂഫ് ലൈനർ അഴിച്ച് മരിഞ്ഞ് അങ്ങനെ വിരുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയിക്കോളും. പിന്നെ നമുക്ക് നേരെ പാക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാകെ അലങ്കോലേക്ക് കിടക്കുക എന്നാലും ഉറങ്ങിയതിന് ശേഷം. അപ്പോൾ നമുക്കിന്നെ ലഞ്ച് ഹീറ്റ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതേ ലഞ്ച് ചൂടാക്കുകയാണ്. ഇതേ ചിക്കൻ കറി വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്നത് എസ്കെയിൽ നിന്ന് എടുത്ത് നമ്മളിത് ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് നമ്മുടെ സ്റ്റവിൽ വെച്ചിട്ട്. ഇത് ഒത്തിരി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കുബൂസ് വാങ്ങിയിരുന്നു. കുബൂസ് വല്ല ഇവിടുത്തെ ബ്രെഡാണ്. അപ്പോൾ ആ ബ്രെഡ് വാങ്ങിയിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ അകത്താക്കാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് നനഞ്ഞ ഡ്രസ്സുകളൊക്കെ അതേ എൻ്റെ ജോക്കി ഉൾപ്പെടെ ഞങ്ങൾ അലക്കാനിട്ടിട്ടുണ്ട്, ഉണക്കാനിട്ടിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു 3 day റോഡ് ട്രിപ്പ് ഒരു എൻഡിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ക്യാമ്പ് സൈഡിൽ നിന്ന് ടെൻറ്റൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി നമ്മൾ കാറിൽ കൊണ്ടുവച്ചു. എല്ലാ സാധനങ്ങളും എടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മളൊന്നും വിട്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഫയർ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ കെടുത്തി. പിന്നെ അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ബ്ലൂ വാട്ടർ ഹോൾ ക്യാമ്പ് ഗ്രൗണ്ട് നിയർ കൊസിയോസ്കോ നാഷണൽ പാർക്ക്. എല്ലാവർക്കും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ ക്യാമ്പ് ചെയ്യാം, ക്യാമ്പ് ഫയർ ചെയ്യാം, പിക്നിക് ചെയ്യാം, പിന്നെ സ്വിം ചെയ്യാം, വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്, കുറേ ഫിഷ് ചെയ്യാം, പിന്നെ കുറേ ആൾക്കാർ പരിചയപ്പെടാം, ബ്രംപീസിനെ കാണാം, കാംഗ്രൂസിനെ കാണാം. നല്ല അടിപൊളി ഒരു ക്യാമ്പ് സൈറ്റാണത്. അപ്പോൾ ഏതായാലും എല്ലാവരും പറയുന്ന പോലെ എന്താ പറയല്, ലീവ് നത്തിങ് ബട്ട് ഫുട് പ്രിൻറ്റ്സ്, പിന്നെ ടേക്ക് നത്തിങ് ബട്ട് ഫോട്ടോസ്, മെമ്മറീസ് ചെയ്യാം. അപ്പോൾ അതുമാതിരി ഞങ്ങൾ പോവാണ് കുറേ മെമ്മറീസായിട്ട്. അപ്പോൾ ശരി, എന്നാൽ ഇനി ഇവിടുന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് സിഡ്നിയിലോട്ട്, വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. 3 hours അല്ല, സോറി, നിയർലി 6 to 7 hours ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആയിരിക്കും. ഇതാണ്ടോ കാറിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതുമാതിരി പാക്ക് ചെയ്ത്. അപ്പോൾ ശരി, എന്നാൽ സിഡ്നിയിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെ ഒരു 200 meters അപ്പുറം കുറച്ച് ബ്രംപീസിനെ സ്പോട്ട് ചെയ്തു. നമുക്കപ്പോൾ അതിനൊന്ന് പോയി കണ്ടു നോക്കാം. കാർ ഞങ്ങൾ ആ സൈഡിൽ നിർത്തിയിട്ട് നടക്കാൻ പോവാം. അപ്പോൾ ഗായ്സ്, ദേ നമുക്ക് ഹോഴ്സസിനെ കുറച്ചുകൂടി അടുത്ത് പോയി കാണാം. ഇവരുടെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ ഇത് പണ്ട് യൂറോപ്യൻസ് ഓസ്ട്രേലിയയിലോട്ട് വന്നപ്പോൾ അവരുടെ ഡൊമസ്റ്റിക്കും കൊമേഴ്ഷ്യലും ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നതാണ് ഈ ഹോഴ്സസിന് യൂറോപ്പിൽ നിന്ന്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഈ കുതിരകൾക്ക് ആവശ്യമില്ലാതായി. അപ്പോൾ ഈ വിത്തിനെ ഈ കാട്ടിലോട്ട് തുറന്നു വിട്ടു. അങ്ങനെ അവർ പെറ്റ് പെരുകിയിട്ട് ഉണ്ടായതാണ് ഇവിടുത്തെ ഓസ്ട്രേലിയത്തെ വൈൽഡ് ഹോഴ്സ് പോപ്പുലേഷൻ. ഇവരെ ബ്രംപീസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവരിപ്പോൾ എൻവയൺമെൻറ്റിന് ഒരു ഭീഷണിയാണ്. കാരണം ഇവരുടെ പോപ്പുലേഷൻ അലാമിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എൻവയൺമെൻറ്റിനെ നെഗറ്റീവ്ലി ബാധിക്കുന്നതാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും ഗവൺമെൻറ് പല മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ബട്ട് ഇവരിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ ഓടുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സന്തോഷം വരുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ കാൻബറയുടെ സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് സിഡ്നിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Next time, bye-bye.